നമസ്കാരം. കേരള പോലീസിന് പിന്നെയും ഒരു മാനക്കേട്. ശബരിമലയിലാണ് സംഭവം. ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന ഭക്തന്മാർക്കെതിരെയാണ് കേരള പോലീസിൻ്റെ ഈ നാണംകെട്ട പ്രവൃത്തി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് ഭക്തർക്കും ആ പോലീസുകാരനും മാത്രമേ അറിയൂ. നമുക്കേതായാലും അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ആന്ധ്രാപ്രദേശ് ഗോദാവരി ഗ്രാമത്തിൽ നിന്നെത്തിയ ഒരു കൂട്ടം അയ്യപ്പ ഭക്തർക്കെതിരെയാണ് കേരള പോലീസിൻ്റെ ഈ നാണംകെട്ട പ്രവൃത്തി. തികച്ചും ലജ്ജാകരം. ഒരു ഭക്തൻ പറഞ്ഞത്രേ പോലീസിനോട്, ഈ തിക്കിനും തിരക്കിനുമിടയിൽ അയ്യപ്പനെ കാണാൻ ശരിക്കും സാധിച്ചില്ല, ദർശനം ശരിക്കും ലഭിച്ചില്ല എന്ന്. ഇത് കേട്ട പോലീസ് ചെയ്തതോ തൻ്റെ പാൻറ്റിൻ്റെ സിബൂരി കാണിച്ചു. ഇതിനും വലിയ ലജ്ജാകരമായ പ്രവൃത്തി വേറെ എവിടെയും കാണാൻ പറ്റില്ല. അതും അയ്യപ്പൻ്റെ മുന്നിൽ വെച്ച്. അയ്യപ്പൻ പോലും ലജ്ജിച്ച് തല താഴ്ത്തുന്ന ഒരു സമയം. ഏകദേശം ഒരാഴ്ച അതിലധികവുമായി ശബരിമലയിൽ തിക്കും തിരക്കും തുടങ്ങിയിട്ട്. ദിവസം 20,000-ഓളം ഓപ്പൺ ടിക്കറ്റ് അല്ലെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് ഓൺലൈൻ സർവീസിനാണ് ഇപ്പോൾ ഗവൺമെൻറ് പരിമിതി അധികാരം നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ഒരു മിനിറ്റിൽ ഏകദേശം 85ഓളം അയ്യപ്പ ഭക്തരാണ് 18-ാം പടി കയറുന്നത്. ഇതിനിടയിലാണ് ഈ ഭക്തൻ്റെ ലജ്ജാകരമായ പ്രവൃത്തി. ഇതിൽ കേരള പോലീസും ഒപ്പം കേരള ഗവൺമെൻറ്റും നാണിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഭക്തൻ പരാതി പറഞ്ഞാൽ ഇങ്ങനെയാണോ കേരള പോലീസ് പ്രതികരിക്കേണ്ടത്? കേരള പോലീസ് എന്നല്ല, ഏത് പോലീസാണെങ്കിൽ ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? അതിനുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം കാണിച്ചു കൊടുക്കേണ്ടതിന് പകരം ഇനി വൃത്തികെട്ട നാണംകെട്ട പരിപാടി ചെയ്താൽ ഇനി ആര് വരും ശബരിമലയ്ക്ക്? അല്ലെങ്കിൽ ആരായിരിക്കും കേരള പോലീസിനെ ഇത്ര നന്നായിട്ട് ഓർക്കുക? ഇത്തരത്തിൽ കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രവൃത്തിക്ക് തെലങ്കാന അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് ഭക്തർ, അയ്യപ്പ ഭക്തർ തികച്ചും ലജ്ജാകരമായ പ്രവൃത്തി എന്നാണ് ആരോപിക്കുന്നത്. കേരള ഗവൺമെൻറ് ഇത്തരത്തിൽ ലജ്ജാകരമായ പ്രവൃത്തി ചെയ്യുന്ന പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം എന്നാണ് ആ തെലുഗു ഭക്തരുടെ അപേക്ഷയും അതുപോലെ തന്നെ പരിഹാരവുമായി അവർ പറയുന്നത്. പക്ഷേ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് ആ കേരള പോലീസിനും അതുപോലെ തന്നെ ഭക്തർക്കും ഉണ്ട്, അറിയാം. പക്ഷേ ഭക്തർ ഇങ്ങനെ പറയണമെങ്കിൽ അതിൽ സത്യമുണ്ടെന്ന് വേണം നമുക്കഴുതാൻ. എന്നാൽ കേരള പോലീസ് ഇത്രയും ലജ്ജാപരമായ പ്രവൃത്തി ചെയ്യുമോ? ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ പറ്റുന്നത്. ഇത്രയും തിക്കും തിരക്കിനിടയിൽ പോലീസുകാരന് തൻ്റെ സംയമനം നഷ്ടപ്പെട്ടോ? അതോ അത്രയും ദേഷ്യത്തിൽ ഒരു ഇറിറ്റേഷനോ മറ്റായിരിക്കുമോ ഇതിന് കാരണം, ഇതിൻ്റെ പിന്നിലത്തെ കാരണം? അപ്പോൾ ഏതായാലും കണ്ടറിയാം. ഏതായാലും കേരള ഗവൺമെൻറ് അതുപോലെ തന്നെ കേരള പോലീസും എന്ത് തീരുമാനമായിരിക്കും ഇതിനെതിരെ എടുക്കുമെന്നറിയാനായിട്ട്. പക്ഷേ ഏതൊരാൾ വന്നാലും, അത് ശബരിമല വന്നാലും ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്നത് കുറ്റകരമല്ലേ? പിന്നെ തക്കതായ പരിഹാരം കാണണമെന്ന് അല്ലെങ്കിൽ ശിക്ഷ ആ പോലീസുകാരന് കൊടുക്കണം എന്ന് തന്നെയാണ് ആ തെലുഗു ഭക്തരും കൂട്ടത്തിൽ ബാക്കിയുള്ള ആൾക്കാരും പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഈ വാർത്തയ്ക്ക് ഇഷ്ടം പോലെ കമൻസും ലഭിക്കുന്നുണ്ട്. അവർ തന്നെ പറയുകയാണ്, കേരളം ഒഴിച്ചുള്ള ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അയ്യപ്പന്മാർ എങ്ങനെയാണ് ദീക്ഷ അല്ലെങ്കിൽ വ്രതമെടുക്കുന്നതെന്ന്. കാലിൽ ചെരിപ്പിടാതെ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി പൊട്ടുതൊട്ട് പ്രാർത്ഥിച്ച്, ജോലി സ്ഥലത്ത് പോലും ചെരിപ്പിടാതെയാണ് ഇവിടുത്തെ ഭക്തന്മാർ നടക്കുന്നതെന്നാണ് ബാക്കി സംസ്ഥാനങ്ങളിലെ ഭക്തന്മാരും അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളും പറയുന്നത്. എന്നാൽ കേരളത്തിൽ മാത്രം ചെരിപ്പിട്ടിട്ട് തന്നെയാണ് ഭക്തന്മാർ നടക്കുന്നത്. കേരളത്തിന് പുറത്ത് എവിടെ നോക്കിയാലും അയ്യപ്പ ഭക്തന്മാർ കാവ്യമുണ്ട് അല്ലെങ്കിൽ കറുത്ത വസ്ത്രമണിഞ്ഞ് ദീക്ഷയിട്ട് മാലയിട്ട് ആവശ്യത്തിന് മാത്രം മറ്റുള്ളവരെ ആശ്രയിച്ച് അതുപോലെ തന്നെ ചെരിപ്പിടാതെയാണ് റോഡിലൂടെയും മറ്റേത് കാട്ടിലൂടെയാണെങ്കിലും അവർ നടക്കുന്നത്. പക്ഷേ കേരളത്തിൽ മാത്രം ഇത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. അപ്പം അത്രയും പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയും ഭക്തിയോടെയാണ് അവർ വ്രതമെടുത്ത് ശബരിമല ചവിട്ടാനെത്തുന്നത്, അയ്യപ്പനെ കാണാനെത്തുന്നത്, ദർശനത്തിനെത്തുന്നത്. അപ്പോൾ ഇത്രയും ഭക്തിയോടെ വ്രതമെടുത്ത് അയ്യപ്പനെ കാണാനെത്തുന്ന ഭക്തരോട് എങ്ങനെയാണോ നാം പെരുമാറേണ്ടത്? അതും കേരളം, ലജ്ജിക്കുന്ന കേരളമേ. ഇപ്പോൾ കേവലം ഒരു പോലീസുകാരൻ്റെ പേരിലാണ് കേരളം ലജ്ജിക്കുന്നത്. പക്ഷേ ഇന്നത്തെ വാർത്തയനുസരിച്ച് ഇപ്പോൾ ശബരിമലയിൽ തിരക്കും കുറവാണെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലത്തെ തിക്കും തിരക്കിലും എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഭക്തരുടെ വാക്കുകൾക്ക് നമുക്ക് വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല, അവഗണിക്കാനും പറ്റില്ല. അപ്പോൾ ഏതായാലും ഇതിനെതിരെ കേരള പോലീസ് അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് ഉടനടി ആക്ഷൻ
അല്ലെങ്കിൽ ഒരു പരിഹാരം എടുക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഏതായാലും വെയിറ്റ് ചെയ്യും ആ ഭക്തന് നീതി കിട്ടുമോ എന്നറിയാനായിട്ട്. ഏതായാലും ഈ കേരള പോലീസിൻ്റെ കാര്യത്തോട് ലോകമെമ്പുള്ള എല്ലാവർക്കും ലജ്ജാകരമായ പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത് എന്നാണ് പറയുന്നത്. ആ പോലീസുകാരൻ കൂട്ടത്തിൽ കേരളത്തിനും ഒരു ചീത്തപ്പേര് കൂടെ കിട്ടി, അത് കേരള പോലീസിൻ്റെ വകുപ്പ്. അപ്പോൾ ഏതായാലും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.